സുഖദുഃഖ സമ്മിശ്രമായ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ കാക്കുവാൻ ഒരാളുണ്ട് എന്നുള്ളതൊക്കെ ഒരു ഭക്തനെ സംബന്ധിച്ച് അവന് ധൈര്യവും ഉറപ്പും തരുന്നതാണ്. ഇന്ന് അങ്ങനെ ഒരു വചനമാണ് നിങ്ങളോട് പറയാനായിട്ട് പരിശുദ്ധാത്മാവിനിക്ക് നിയോഗം തന്നിരിക്കുന്നത്. 16-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം, ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുക, എനിക്ക് ആശ്രയിപ്പാൻ അങ്ങ് മാത്രമേ ഉള്ളൂ. അങ്ങയെ ഞാൻ ശരണമാക്കിയിരിക്കാൻ അങ്ങ് എന്നെ കാത്തുകൊള്ളണമേ. വേദപുസ്തകം ഒരു ഭക്തന് തരുന്ന ഏറ്റവും വലിയ ഒരു ഉറപ്പാണ്. എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും ദൈവം നിന്നെ കാക്കാം എന്നുള്ളത്. 34-ാം സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, യഹോവയുടെ ദൂതന്മാർ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ കാക്കും. സ്തോത്രം. ഇന്ന് ഈ വചനം കേൾക്കുന്നവരോട് കർത്താവിന് സംസാരിക്കാനുള്ളത്, നീ ദൈവത്തിന്റെ കാവലിലാണ്, ദൈവത്തിന്റെ സൂക്ഷിപ്പിലാണ്. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. യഹോവ നിന്റെ പരിപാലകൻ, അവൻ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. അപ്പൊ നമുക്ക് ഒന്നിച്ച് വിശ്വസിക്കാം, നമ്മെ ദൈവം പരിപാലിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ ഒരിക്കൽ മിസ്രൈമിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് വരുന്ന യാത്രയിൽ അവർ ചെങ്കടലിന്റെ മുമ്പിൽ എത്തിയപ്പോൾ മിസ്രൈമ്യ ശക്തികൾ അന്ന് രാത്രി അവരെ ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷെ ദൈവം ചെയ്തത് കേൾക്കണോ? ദൈവത്തിന്റെ ജനത്തിന്റെ മുമ്പിൽ നടന്ന ദൂതന്മാർ ദൈവജനത്തിന്റെ പുറകിൽ വന്നു. അതായത് മിസ്രൈമ്യ സൈന്യങ്ങൾ അടുക്കാതെ വണ്ണം അവരുടെ നടുവിൽ വന്നു. അവരുടെ മുമ്പിൽ നിന്ന മേഘസ്തംഭം അവരുടെ പുറകിൽ വന്നു. ബൈബിളിൽ എഴുതി, രാത്രി മുഴുവൻ മിസ്രൈമ്യ സൈന്യം ഇസ്രായേലിലെ സൈന്യത്തോട് അടുക്കാതെ വണ്ണം ഒരു കാവലായി ആമി ദൈവദൂതന്മാരും ദൈവത്തിന്റെ മേഘവും അവരുടെ നടുവിൽ നിന്നു. ഇവിടെ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ശത്രു എത്ര പ്രബലനാണെങ്കിലും നീ ദൈവത്തിന്റെ കാവലിലാണെങ്കിൽ ഒരു ശക്തിക്കും നിന്നെ തൊടുകാൻ കഴിയുകയില്ല. 91-ാം സങ്കീർത്തനത്തിന്റെ വിശേഷത എന്താ? അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ നിങ്ങളിൽ പാർക്കുകയും ചെയ്യുന്ന ഒരു ഭക്തനെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുക. രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകൻ, ഇതൊന്നും നിന്നെ തൊടുകയില്ല. അത് മാത്രമല്ല, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, അത് നിന്നോട് അടുത്തു വരികയില്ല. സ്നേഹിത, തിരിച്ചറിയ, ചെറിയ ചെറിയ പ്രതിസന്ധികൾ വരുമ്പോൾ മനസ്സ് തളരരുത്. നീ ദൈവത്തിന്റെ കാവലിലാണ്, ദൈവത്തിന്റെ സൂക്ഷിപ്പിലാണ്. ദാവീദിന്റെ ധൈര്യം നോക്കി, ഞാൻ കർത്താവിനെ ശരണമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് എന്നെ കാത്തുകൊള്ളണമേ. നമുക്കും അങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ സംഘടിത ശക്തികൾ ഞങ്ങൾക്ക് വിരോധമായി നിഗൂഢ പദ്ധതികൾ എഴുതിവിട്ടാലും അതൊന്നും ഞങ്ങൾക്ക് ഫലിക്കാതെ വണ്ണം അങ്ങയുടെ വിസ്താരമേറിയ ചിറകടിയിൽ ഞങ്ങളെ പരിപാലിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയിൽ ശരണപ്പെട്ട് അങ്ങയുടെ കാവലിൽ ഓരോ ദിവസവും ജീവിപ്പാൻ കൃപ കൽപ്പിക്കണം. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഉറപ്പും ധൈര്യവുമുള്ളവരാകുക. നീ ദൈവത്തിന്റെ കാവലിലാണ്. ഗോഡ് ബ്ലസ് യു.